ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കഥാ സന്ദർഭമാണ്. കുരു സൃഞ്ജയന്മാർ തമ്മിൽ, പാണ്ഡവന്മാരും ധൃതരാഷ്ട്രപുത്രന്മാരും തമ്മിൽ യുദ്ധം നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക, അവിടെ സന്ധിയാണോ സമരമാണോ ഉണ്ടാവുക എന്നുള്ള ആശങ്ക, ഒരു ഉദ്വേഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ സന്ദർഭം. അതോടൊപ്പം തന്നെ ഒരു യുഗത്തിൻ്റെ നിയതിയെ മാറ്റിമറിച്ച ഒരു മഹായുദ്ധത്തിൻ്റെ തുടക്കം, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ. യുദ്ധത്തിൻ്റെ ഒരുക്കം എന്ന് പറയുമ്പോൾ അത് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെയുമാണ്. ഇപ്പോൾ ഉദ്യോഗപർവം യുദ്ധോദ്യോഗം കൂടിയാണ്, അതോടൊപ്പം തന്നെ സന്ധി ഉദ്യോഗം കൂടിയാണ്. രണ്ടും ചേർന്നതാണ്. മഹാഭാരതത്തിൻ്റെ കഥയുടെ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്ന ഒരു ഭാഗമാണ് ഉദ്യോഗപർവം. നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാഞ്ചാലിയും ശ്രീകൃഷ്ണൻ തമ്മിലുള്ള സംഭാഷണമാണ്. ദൂതിന് പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് പാഞ്ചാലി പറഞ്ഞ തൻ്റെ കഥനങ്ങൾ, തനിക്ക് ഏൽക്കേണ്ടി വന്ന വലിയ അപമാനഭാരം, അതിന് പ്രതികാരം ചെയ്യാൻ തൻ്റെ ഭർത്താക്കന്മാർക്ക് അത്ര മനസ്സില്ല. അവർ ധർമ്മത്തെക്കുറിച്ചാണ് കൂടുതൽ വ്യാകുലരാകുന്നത്, തൻ്റെ മാനാപമാനങ്ങളെക്കുറിച്ചല്ല എന്നുള്ള ഒരു വ്യഥ ഉണ്ടായിരുന്നു. അത് ഭഗവാന്റെ മുന്നിൽ പറഞ്ഞു. അഴിഞ്ഞു കിടക്കുന്ന തൻ്റെ കേശഭാരം ഭഗവാന്റെ മുന്നിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ മുടിയെ ഒന്ന് ഓർക്കൂ. എൻ്റെ ഭർത്താക്കന്മാർ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ വൃദ്ധനായ അച്ഛൻ യുദ്ധം ചെയ്തിട്ടെങ്കിലും എൻ്റെ അപമാനത്തിന് എൻ്റെ മാനം വീണ്ടെടുക്കും എന്നൊക്കെ പറഞ്ഞു. കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു, കണ്ണീരൊഴുക്കി. ആ കണ്ണീര് നെഞ്ചിലൂടെ ഒഴുകി വന്നു എന്ന് പറഞ്ഞു. അത്രയധികം വ്യഥയോട് കൂടിയിട്ടാണ് പാഞ്ചാലി സംസാരിച്ചത്. അത് കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലി തന്നെ പ്രാർത്ഥിച്ചത്, ഒരു സഹോദരിയെ പോലെയും ഒരു സുഹൃത്തിനെ പോലെയും കണ്ട് എന്നെ സഹായിക്കണമെന്നാണ്. ഭഗവാൻ തീർച്ചയായിട്ടും പാഞ്ചാലിയുടെ ആ പ്രാർത്ഥന ഭഗവാൻ തള്ളിക്കളയാൻ സാധിക്കില്ല. ഭഗവാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പാഞ്ചാലിയോടുള്ള തൻ്റെ കടം അത് വീട്ടുന്നത് വരെ തനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞിരുന്നു. ഭഗവാൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തമുവാച മഹാബാഹുക്കേശവ പരിസന്ത്വയൻ അജ്രദ്രക്ഷ്യസേ കൃഷ്ണേ രുതതീർ ഭരതസ്ത്രീയ. അധികം കാലതാമസമില്ലാതെ ഭരതവംശത്തിലെ സ്ത്രീകൾ മുഴുവനും വിധവകളായിട്ട് കരയുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അത് നല്ല കാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ, പാഞ്ചാലിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അപമാനത്തിന് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് പാഞ്ചാലിയുടെ പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷ്യം. പാണ്ഡവന്മാർ 5 പേരും ശമം ആഗ്രഹിക്കുന്നു. ലോകഹിതത്തിന് വേണ്ടിയിട്ട്, ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ക്ഷത്രിയന്മാരുടെ നാശത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പരമാവധി ശ്രമിക്കുക എന്നുള്ള തങ്ങളുടെ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങൾക്കുണ്ടായ അപമാനവും രാജ്യ നഷ്ടവും ഒക്കെ തന്നെ അതിന് രണ്ടാമത് മാത്രമേ അവർ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ലോകം നിലനിൽക്കണം എന്നുള്ളതാണ് അവർക്ക് പ്രാധാന്യം. പാഞ്ചാലിയെ സംബന്ധിച്ച് തനിക്കുണ്ടായ ദുഃഖത്തിന് പരിഹാരം എന്താണ്? തന്നെ അപമാനിച്ചവരെ കൊന്നുകളയുക എന്നുള്ളതാണ്. ഭഗവാൻ പാഞ്ചാലിയുടെ വാക്കുകളെ അനുമോദിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. കാരണം ഇത് പാഞ്ചാലിക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല, ലോകത്തിനോട് തന്നെ ഒരു സ്ത്രീയോട് ചെയ്ത വലിയ പാതകമാണ് എന്നുള്ളത് കൊണ്ടും ധാർത്തരാഷ്ട്രന്മാര് അർഹിക്കുന്നത് വധം മാത്രമാണ്, മറ്റൊന്നും അവർ അർഹിക്കുന്നില്ല എന്നും ഭഗവാന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും പാണ്ഡവന്മാരുടെ ആ രാജധർമ്മത്തെ മുൻനിർത്തിയുള്ള അവരുടെ ശാന്തിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളെ ഭഗവാൻ അനുമോദിക്കുകയും അതിനുവേണ്ടി താൻ പരമാവധി ശ്രമിക്കാമെന്ന് അവർക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു. എങ്കിലും ഭഗവാന് ശാന്തി അതിലൊരു പ്രതീക്ഷയുമില്ലായിരുന്നു എന്നും പറഞ്ഞു. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഏവം താഭീരു രോത്സ്യന്തി നിഹതജ്ഞാതി ബാന്ധവാഹ ഹതമിത്ര ഹതബല യേഷാം ക്രുദ്ധാസി ഭാമിനി. നീ ആരോടാണോ ക്രോധിക്കുന്നത് അവരുടെ ഭാര്യമാര്, ബന്ധുജനങ്ങൾ നഷ്ടപ്പെട്ട്, ജ്ഞാതികൾ നഷ്ടപ്പെട്ട്, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ട്, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് കരയുന്നവരായിട്ട് ഇരിക്കും. ഞാൻ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യും. അഹം ച തത്കരിഷ്യാമി ഭീമാർജുന യമൈ സഹ വിധിഷ്ഠിര നിയോഗേന ദൈവച്ച വിധി നിർമ്മിതാൽ. പാണ്ഡവന്മാരുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അവരെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ നിയോഗമനുസരിച്ച്, അതോടൊപ്പം മറ്റൊരാൾ കൂടി നമുക്ക് സഹായത്തിനുണ്ടാകും. ആരാണ്? ദൈവം. ദൈവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രാരബ്ധമാണ്. പുരുഷന്റെ പൗരുഷം അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രയത്നത്തെക്കാൾ വിധിയാണ്, ദൈവമാണ് പ്രബലമായിരിക്കുന്നത് എന്ന് ഭഗവാൻ ആ സമയത്ത് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം ഈ യുദ്ധം അനിവാര്യമാണ് എന്നുള്ളതാണ്. അത് ഈശ്വര നിശ്ചയമാണ് എന്ന് ഭഗവാൻ കണ്ടറിഞ്ഞിട്ടാണ് പറയുന്നത്. ആ ഈശ്വര നിശ്ചയം തൻ്റെ കൂടെയാണ്, യുദ്ധത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. കാരണം ഒരു യുദ്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ അധർമ്മം ചെയ്യുന്ന ആളുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ധാർത്തരാഷ്ട്രാഹ കാലപക്വാഹ
നജേച്ഛൃണ്വന്തി മേ വചഃ ശേഷ്യന്തേ നിഹതാ ഭൂമൗ ശുശ്രുകാലാദിനീകൃതാഹ. ഭഗവാന്റെ ഉറച്ച വാക്കുകളാണ്. ധൃതരാഷ്ട്രപുത്രന്മാർ കാലപക്വാഹ, കാലം കൊണ്ട് പഴുത്തവരാണ് എന്ന് വെച്ചാൽ പഴുത്ത പഴങ്ങൾ വീഴാൻ ഇരിക്കുകയാണ്, മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതുപോലെ ധൃതരാഷ്ട്രപുത്രന്മാർ കാലം അവരെ പചിപ്പിച്ചിരിക്കുന്നു, അവരുടെ ആയുസ്സിനെ തീർത്തിരിക്കുന്നു, അവർ മരിക്കാറായിരിക്കുന്നു. കാലമാണ് നമ്മുടെ ശരീരത്തെ ജീർണിപ്പിക്കുന്നതും നമ്മുടെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാർ മരണത്തിലേക്ക് പോകാൻ അവർക്ക് സമയമായിരിക്കുന്നു എന്ന കാര്യമാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ വാക്കുകൾ അവർ കേൾക്കുന്നില്ലെങ്കിൽ ഭൂമിയിൽ അവർ വീഴുകയും നായ്ക്കളും കുറുക്കന്മാരും അവരെ ഭക്ഷിക്കുകയും ചെയ്യുന്ന കാലം വരാൻ പോവുകയാണ്. ഭഗവാൻ ഒന്നുകൂടി ഉറപ്പിച്ച് ഒരു പ്രതിജ്ഞാവാക്യം കൃഷ്ണയോട് പറയുകയാണ്. ചലദ്ധി ഹിമവാൻ ശൈലഃ മേദിനി ശതധാ ഫലേത് ദ്യൗ പതച്ച സനക്ഷത്ര നമേ മോഘം വചോ ഭവേത്. ഹിമവാൻ ചലിച്ചു കൊള്ളട്ടെ, ഭൂമി മുഴുവനും 100 പിളർന്നു പോകട്ടെ, പിളർന്നു പോയാലും ശരി, നക്ഷത്രങ്ങളോട് കൂടി ആകാശവും തകർന്നു താഴെ വീഴട്ടെ, പക്ഷെ എൻ്റെ വാക്കുകൾ വ്യർത്ഥമാവുകയില്ല. ഞാനിതാ ഒരു സത്യം ചെയ്യുന്നു. എന്താണ് സത്യം? സത്യന്തേ പ്രതിജാനാമി, സത്യന്തേ പ്രതിജാനാമി, നിന്നോട് ഞാൻ സത്യം ചെയ്യുന്നു. കൃഷ്ണേ ബാഷ്പോ നഗൃഹ്യതാം, അല്ലയോ കൃഷ്ണേ നീ കണ്ണീര് തുടച്ചു മാറ്റൂ. ഹതാമിത്തൻ ശ്രിയായുക്താൻ അജ്രാത് രക്ഷസേ പതീൻ, നിന്റെ ഭർത്താക്കന്മാരെ ശത്രുക്കളെ വധിച്ചവരായിട്ടും ഐശ്വര്യത്തോടു കൂടിയവരായിട്ടും നിനക്ക് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും എന്ന് ഞാനിതാ നിന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം, കൃഷ്ണനോട് ഭഗവാൻ കാണിച്ച പ്രത്യേകമായിരിക്കുന്ന കൃപയെ, കാരുണ്യത്തെയാണ് ഈ വാക്കുകൾ കാണിക്കുന്നത്. അതിനുശേഷം ഭഗവാന്റെ അടുത്തേക്ക് അർജുനൻ ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് 2 പക്ഷത്തിനും പ്രിയപ്പെട്ടവനാണ്, സുഹൃത്താണ്. 2 പേർക്കും അനാമയം, 2 പക്ഷത്തിനും നാശമില്ലാത്ത വിധത്തിൽ പ്രശമം ചെയ്യാൻ അങ്ങ് സമർത്ഥനുമാണ്. അതുകൊണ്ട് അങ്ങ് ശാന്തികാര്യമാണ് ദുര്യോധനോട് പറയേണ്ടത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചാബല്യം കൊണ്ട് അങ്ങയുടെ അനാമയമായ വാക്യങ്ങളെ, ധർമാർത്ഥയുക്തമായ വാക്യങ്ങളെ ദുര്യോധനൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് പ്രാരബ്ധത്തിന്, ദൈവത്തിന് വിട്ടുകൊടുക്കാം, ദിഷ്ടത്തിന് വിട്ടുകൊടുക്കാം എന്ന് അർജുനൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ധർമ്മ്യം തന്നെ, നമുക്ക് ഹിതകരമായ ധർമ്മം, ഗുരുക്കൾക്ക് അനാമയം ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഞാൻ അവിടെ പറയുക, ഉറച്ചു വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് പ്രഭാതം വന്നു, വിമലമായ പ്രഭാതം, ശുദ്ധമായൊരു പ്രഭാതം വന്നു. മൈത്രേ മുഹൂർത്തേ സംപ്രാപ്തേ മൃദ്വർച്ചിഷി ദിവാകരേ. മൈത്രം എന്ന മുഹൂർത്തം, ശുഭമുഹൂർത്തം, മൈത്രീ ബന്ധം ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്ന ഒരു മുഹൂർത്തമാണ് മൈത്രം എന്ന മുഹൂർത്തം. അതുപോലെ പ്രഭാത സൂര്യന്റെ ആ രശ്മികൾ, അധികം ചൂടുണ്ടാക്കാത്ത മൃദുവായ രശ്മികൾ ഭൂമിയിലേക്ക് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗമുദേ മാസി രേവത്യം ശരദന്തേ ഹിമാഗമേ. കൗമുദ മാസം, അതായത് കാർത്തിക മാസം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത ശരത്കാലം കഴിഞ്ഞ് ഹേമന്തകാലം, തണുപ്പ് കാലം തുടങ്ങുന്ന ഒരു സന്ദർഭമാണത്. ശരദന്തേ ഹിമാഗമേ എന്ന് പറഞ്ഞു. രേവതി നക്ഷത്രത്തിലാണ് ഭഗവാൻ യാത്ര പുറപ്പെടുന്നത്. ആ സമയത്ത് സ്ഫീത സസ്യസുഖേ കാലേ കൽപ്പസത്വവതം വര, മഹാസാത്വികനായ ശ്രീകൃഷ്ണ ഭഗവാൻ യാത്ര പുറപ്പെടുന്നത് എല്ലാ സസ്യങ്ങൾക്കും സുഖകരമായ കാലത്താണ് എന്നർത്ഥം. അപ്പോൾ ഒരു തണുപ്പും ചൂടുമല്ലാത്തൊരു കാലാവസ്ഥയിലും സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ സന്തോഷിക്കുന്ന, മഴയൊക്കെ മാറിയിട്ട് തെളിഞ്ഞിരിക്കുന്ന ആകാശമുള്ള, നല്ല കാലാവസ്ഥയുള്ള, നല്ല മുഹൂർത്തത്തിൽ, നല്ല നക്ഷത്രത്തിൽ സജ്ജനങ്ങൾ ഒരു സതുദ്ദേശപരമായ യാത്ര ചെയ്യുമ്പോൾ അവർ മുഹൂർത്തത്തെ നോക്കും, ശകുനത്തെ നോക്കും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മംഗളകർമ്മങ്ങൾ ചെയ്തിട്ട് ആണ് യാത്ര പുറപ്പെടുക എന്ന് കാണിക്കുകയാണ്. ഭഗവാൻ യാത്ര ചെയ്യുന്ന സമയത്ത് മംഗളവാദ്യങ്ങൾ മുഴങ്ങി, ബ്രാഹ്മണന്മാരുടെ പുണ്യാഹവാചനം മുഴങ്ങി, ഋഷിമാരെ ഭഗവാൻ നമസ്കരിച്ചു, പൂർവാന്ഹികം ചെയ്തു, പ്രഭാത കൃത്യങ്ങൾ സന്ധ്യാവന്തനം ചെയ്ത്, സാധഹ ശുചിർ അലങ്കൃത, കുളിച്ച് നന്നായി അലങ്കരിച്ച്, ഉപതസ്ഥേ യുവസ്വന്തം പാവകം ച ജനാർദ്ദന, സാക്ഷാത് സൂര്യനെ ഉപാസന ചെയ്തു. സന്ധ്യോപാസനത്തിന്റെ ഭാഗമായിട്ട് സൂര്യ നമസ്കാരം ചെയ്ത് ഗായത്രി മന്ത്രമൊക്കെ ജപിച്ച് അങ്ങനെയുള്ള രാവിലത്തെ കർമ്മങ്ങൾ ചെയ്തു. പാവകം ച ജനാർദ്ദന, അഗ്നി ആധാനം ചെയ്തു, അഗ്നിഹോത്രത്തിൽ അദ്ദേഹം ആഹുതി ചെയ്ത് അഗ്നിയെ സന്തോഷിപ്പിച്ച്, ഋഷഭം പൃഷ്ഠ ആലഭ്യ ബ്രാഹ്മണാൻ അഭിവാദ്യ ച, ഒരു കാളയുടെ പൃഷ്ഠഭാഗത്ത് നിന്ന് അതിനെ ആലിംഗനം ചെയ്യുക, അതൊരു യാത്രക്ക് മുമ്പ് ശുഭകരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബ്രാഹ്മണരെ അഭിവാദ്യം ചെയ്തു. അഗ്നിം പ്രദക്ഷിണം കൃത്വ, അഗ്നിയെ പ്രദക്ഷിണം ചെയ്ത്, പശ്യൻ കല്യാണം അഗ്രത, മംഗളകരമായ വസ്തുക്കളെ കണ്ടിട്ട്, നല്ല നല്ല മംഗല്യ വസ്തുക്കളെ കണ്ടിട്ട് യാത്ര പുറപ്പെടുന്നത് യാത്രയുടെ ശുഭയാത്രയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് കാണിക്കുകയാണ്. അതൊക്കെ ചെയ്ത് തത്പ്രതിജ്ഞായ വചനം പാഠവസ്യ ജനാർദ്ദന, താൻ പ്രതിജ്ഞ ചെയ്ത വാക്കുകളെ പാലിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ യാത്ര പുറപ്പെടുമ്പോൾ
ശിനേർനപ്താരമാസീനം അഭ്യഭാഷത സാത്വികയും. ശിനിയുടെ വംശത്തിൽ ജനിച്ചവനായ തന്റെ പ്രിയ സുഹൃത്തും മന്ത്രിയുമായ സാത്വികിയെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, രഥ ആരോപ്യതാം ശംഖചക്രം ജഗതയാ സഹ ഉപാസംഗാശ്ച ശക്തിശ്ച സർവപ്രഹിരണാനിച്ച. ഹേ സാത്വികെ, എന്റെ രഥം തയ്യാറാക്കൂ. ആ രഥത്തിൽ എൻ്റെ ശംഖം, എൻ്റെ ചക്രം, എൻ്റെ ഗദ, പിന്നെ മറ്റ് അസ്ത്രശസ്ത്രങ്ങളൊക്കെ തന്നെയും കുന്തങ്ങൾ, ശക്തി മുതലായിട്ട് കാര്യങ്ങൾ, സർവപ്രഹരണാനി, എൻ്റെ എല്ലാ ആയുധങ്ങളും ആ തേരിൽ നീ കൊണ്ടുപോയിക്കൂ എന്ന് പറഞ്ഞു. എന്തിനാണ് ഭഗവാൻ? യുദ്ധത്തിനാണ് പോകുന്നത്. സംശയിച്ചു പോകും. യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഭഗവാൻ പോകുന്നത് എന്ന് കാണിക്കാനാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അതിന്റെ കാരണവും പറഞ്ഞു ഭഗവാൻ. ദുര്യോധനശ്ച ദുഷ്ടാത്മാ കർണശ്ച സഹസൗബലൈഹി ശത്രു അനവജ്ഞേയ ദുർബലോപി വലിയസ. ദുര്യോധനൻ ദുഷ്ടാത്മാവാണ്, കർണനും അതുപോലെ ശകുനിയുമാണ് അദ്ദേഹത്തിന്റെ മന്ത്രിമാര്. ആ ദുഷ്ടാത്മാക്കള് ദുർബലന്മാരാണ്, നമുക്കറിയാം. ദുർബലന്മാരാണെങ്കിൽ പോലും ബലവന്മാരായ ആളുകൾ ശത്രുക്കളെ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. കാരണം അവർ ചതി പ്രയോഗിക്കും, തെറ്റായ മാർഗം പ്രയോഗിച്ചിട്ടും ദൂതനാണെന്നും നോക്കാതെ, സൂതനാണെന്നും നോക്കാതെ കൊല്ലുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ എന്തും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വേണം, കുത്താൻ പോകുന്ന പോത്തിനോട് വേദമോതുന്നത് പോലെ വേണം ശത്രുക്കളോട് പെരുമാറാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കണം എന്നുള്ള കാര്യം ആ ഒരു യുദ്ധനീതിയും രാജ്യതന്ത്രവും ഭഗവാൻ എത്ര ഉണ്ടായിരുന്നു എന്ന് കാണിക്കുകയാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായിട്ട് പോകുമ്പോഴും കയ്യിൽ ആയുധം ധരിച്ചിട്ട് പോവുക, തനിക്ക് അപകടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അല്ലാതെ ശത്രുവിനെ കണ്ണടച്ച് വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മുടെ രാജ്യം പലതവണ അനുഭവിച്ചതാണല്ലോ. താഷ്കന്റിൽ വെച്ചിട്ട് യുദ്ധസന്ധിയിൽ ഒപ്പിടാൻ വേണ്ടി പോയ നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. സ്വാഭാവിക മരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുള്ള മരണാനന്തരമായിട്ടുള്ള പരിശോധനകളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അപ്പോൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത് ഒരുതരം ദൗർബല്യം, അതായത് അതിന് ചില ചരിത്രകാരന്മാർ പറയാറുള്ള സദ്ഗുണ വൈകൃതം എന്നാണ്. അത് വീര സാവർക്കർ പറഞ്ഞൊരു വാക്യമാണ്. സദ്ഗുണം ഒരു വൈകൃതമായിട്ട് മാറുക. ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സദ്ഗുണ വൈകൃതമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കരുതലോട് കൂടി തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്. ആയുധങ്ങളൊക്കെ തേരിലെടുത്ത് വെച്ചു. എന്നിട്ട് ഭഗവാൻ കാലാഗ്നി പോലെ ജ്വലിക്കുന്ന രഥം, അതിൻ്റെ സൗന്ദര്യം എന്താണ്? മത്സ്യത്തിൻ്റെയും അർദ്ധചന്ദ്രൻ, അതുപോലെ പൂർണ്ണചന്ദ്രൻ, സൂര്യൻ മുതലായിട്ടുള്ള ചിത്രങ്ങൾ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും പുഷ്പങ്ങളുടെയും ചിത്രങ്ങളൊക്കെ പതിച്ച് മനോഹരമായ ആ രഥം സൂര്യനും ചന്ദ്രനുമാണോ അവയുടെ രണ്ട് ചക്രങ്ങൾ എന്ന് തോന്നുമാറ് ജ്വലിക്കുന്ന രഥം. ആർക്കും ആക്രമിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ശക്തമായിട്ടുള്ളതാണ്. വ്യാഘ്രധർമ്മം കൊണ്ട്, പുലിത്തോല കൊണ്ടാണ് അതിൻ്റെ കർട്ടനുകൾ അതിനെ മൂടിയിരിക്കുന്നത്. യശോഘ്നം പ്രത്യമിത്രാണാം യദൂനാം നന്ദിവർദ്ധനം. ശത്രുക്കളുടെ യശസ്സിനെ കെടുത്തുന്നതും യാദവന്മാർക്ക് സന്തോഷമുണ്ടാക്കുന്നതുമായ രഥം എന്നതിനെ പ്രത്യേകം ആ രഥത്തിന്റെ സൗന്ദര്യവും അതിന്റെ പ്രൗഢിയും എടുത്തു പറഞ്ഞു. അതിൽ കിട്ടിയിരിക്കുന്ന കുതിരകളുടെ പേര് ശൈബ്യ, സുഗ്രീവ, മേഘപുഷ്പ, ബലാഹകാഹ. 4 കുതിരകളാണ്. ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, ബലാഹകൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ 4 വിശിഷ്ടങ്ങളായ കുതിരകളാണ്. അവയെ കുളിപ്പിച്ച് അലങ്കരിച്ച് ദാരുകൻ അത് കൊണ്ടുവന്ന് ആ തേരിൽ കെട്ടി അവയെ ധ്വജത്തിൽ സാക്ഷാൽ ഗരുഡൻ വന്നിരുന്ന് ആ ഗരുഡന്റെ ചിഹ്നത്തെ ധ്വജത്തിൽ അങ്കനം ചെയ്തു. മേരുപർവ്വതത്തിന്റെ ശിഖരം പോലെ ഉയർന്നു നിൽക്കുന്ന ആ പ്രൗഢിയാർന്ന രഥത്തിലാണ് ഭഗവാൻ കയറി. ആദ്യം സാത്വികയെ കയറ്റി, താനും കയറി. മേഘധുവി സ്വനം ഉണ്ടായി. വിമാനം പോകുന്നത് പോലെ അതിവേഗത്തിലാണത് മുന്നോട്ട് പോകുന്നത്. സാത്വികയെയും കൂട്ടിയാണ് പുറപ്പെട്ടത്. ആകാശത്ത് ആ സമയത്ത് മേഘങ്ങൾക്ക് നീങ്ങി നിർമ്മലമായ ആകാശം, സുഖകരമായ കാറ്റ് വീശുകയും പൊടിപടലങ്ങൾ അടങ്ങുകയും ചെയ്തു. മൃഗങ്ങളും പക്ഷികളും ഭഗവാന്റെ തേരിന് വലത് വെച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചതും ശുഭസൂചകമായിരുന്നു. എന്ന് വെച്ചാൽ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നിറവേറ്റും. യുദ്ധമാണ് ഉണ്ടായതെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഭഗവാന്റെ ലക്ഷ്യം, യാത്ര ചെയ്യുന്ന ആളിൻ്റെ ലക്ഷ്യം സാധ്യമാകും എന്ന് കാണിക്കുന്ന ശുഭശകുനങ്ങളാണ്. ചുറ്റും മംഗള ശബ്ദങ്ങളും കാഴ്ചകളുമാണ് ഉണ്ടായത്. സാരസങ്ങൾ, ചക്രാഹ്വങ്ങൾ, ഹംസങ്ങൾ ശബ്ദമുണ്ടാക്കി. മന്ത്രാഹുതി കൊണ്ട് സന്തോഷിച്ച അഗ്നി ധൂമരഹിതമായി, പുകയില്ലാതെ ശുദ്ധമായ അഗ്നിഹോത്രശാലകളിൽ ജ്വലിച്ചു എന്നും പറയുന്നു. ആ സമയത്ത് ഭഗവാനെ കാണാൻ വേണ്ടി ഭഗവാന്റെ ഈ ഒരു ആഗോള ദൗത്യത്തെ, ഭഗവാന്റെ ഈ ദൗത്യം ഒരു ആഗോള ദൗത്യമാണ്. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പുറപ്പെടുന്ന ആ ദൗത്യം, അത് കാണാൻ, അതിന് സാക്ഷികളാകാൻ വേണ്ടിയിട്ട് മഹർഷിമാർ വന്നു. ദേവർഷിമാരും ബ്രഹ്മർഷിമാരും. ഇവിടുന്നാണെന്ന് അറിയില്ല, അവർ പ്രത്യക്ഷപ്പെടുകയാണ് ഇവിടെ. വസിഷ്ഠൻ, വാമദേവൻ, ഭൂരിദ്യുമ്നൻ, ഗയൻ, ക്രഥൻ, ശുകൻ, നാരദൻ, വാൽമീകി, മരുത്തൻ, കുശികൻ, ഭൃഗു മുതലായിട്ടുള്ള ദേവർഷി ബ്രഹ്മർഷിമാരൊക്കെ വന്ന് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത്
ഭഗവാനെ പൂജ ചെയ്തു. ഭഗവാൻ ചെയ്യാൻ പോകുന്ന ഒരു മഹത്തായ ദൗത്യത്തിന് അവരുടേതായ ഒരു അഭിനന്ദനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോണം വന്ന് ഭഗവാനെ അവർ നമസ്കരിച്ചു. പാണ്ഡവന്മാരും മറ്റു രാജാക്കന്മാരൊക്കെ ഭഗവാൻ യാത്ര ചെയ്യുമ്പോൾ തേരിന് പുറകെ അവർ നടന്നുപോയി. അത് ഭഗവാൻ യാത്രയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശിഷ്ടാചാരം, ഒരു മര്യാദയായിരുന്നു. പുറകെ തന്നെ പോവുക എന്ന് വെച്ചാൽ തങ്ങൾ വേറെറിയാൻ ആഗ്രഹമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം സുഖകരമായി യാത്ര ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അതിഥികളെ അങ്ങനെയൊക്കെ നമ്മൾ പിന്തുടർന്ന് പോകും. പ്രിയമുള്ള ആളുകളെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ പോകുക, കുറച്ചു ദൂരം കൂടെ പോകുക, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന സാമൂഹ്യ മര്യാദകളാണ്. അതൊക്കെ ചെയ്തു. തതോനുവ്രജ്യ ഗോവിന്ദം ധർമ്മരാജോ യുധിഷ്ഠിര രാജ്ഞം സകാശേ ദ്യുതിമാൻ ഉവാചേതം പചസ്തദാ. രാജാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ആ ഗോവിന്ദന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്ത് ചെന്നിട്ട് വീണ്ടും വാക്കുകളെ പറയുകയാണ്. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് വ്യാസൻ വാചാരമായിട്ട് മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ്. ധർമ്മജ്ഞോ ധൃതിമാൻ പ്രാജ്ഞ സർവഭൂതേഷു കേശവ ഈശ്വര സർവഭൂതാനാം ദേവദേവ സനാതന തം സർവഗുണസമ്പന്നം ശ്രീവത്സകൃതലക്ഷണം സംപരിശുജ്യ കൗന്ദേയ സന്ദേഷ്ടമുപചക്രമേ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രൗഢി കാണുമ്പോഴാണ് വ്യാസന് സ്തുതിക്കാൻ വേണ്ടി തോന്നിയത്. ധർമ്മജ്ഞനാണ്, ബുദ്ധിമാനാണ്, ധൃതിമാനാണ്, ഭൂതങ്ങളിലും കുടികൊള്ളുന്നവനാണ്, സർവ്വഭൂതങ്ങൾക്കും ഈശ്വരനാണ്, സകല ദേവന്മാർക്കും ദേവനാണ്, സനാതനനായിരിക്കുന്ന മൂർത്തിയാണ്. ഭഗവാൻ ശ്രീവത്സം എന്ന് പറയുന്ന അടയാളത്തെ സ്വീകരിച്ചവനാണ്. അങ്ങനെയുള്ള സർവഗുണസമ്പന്നനായ ഭഗവാനെ യുധിഷ്ഠിര മഹാരാജാവ് ചെന്ന് ആലിംഗനം ചെയ്തു. യാത്രയാക്കുന്ന സമയത്ത് ആലിംഗനം ചെയ്തിട്ട് തൻ്റെ സന്ദേശം ഒന്നുകൂടി അറിയിക്കുകയാണ്. എന്താണ് സന്ദേശം? നേരത്തെ പറഞ്ഞ സന്ദേശമല്ല. അതാണ് അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. തൻ്റെ അമ്മയ്ക്കുള്ള സന്ദേശമായിരുന്നു യുധിഷ്ഠിരൻ പറഞ്ഞത്. ബാല്യം മുതൽ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾ സഹിച്ച് ഞങ്ങളെ വളർത്തിയ, ഞങ്ങളെ പല പല ആപത്തുകളിൽ നിന്നും നൗര്യവാർണവം സമുദ്രത്തിൽ ഒരു തോണി പോലെ വന്ന് ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്ക് വേണ്ടി ദുഃഖം സഹിച്ച, ഉപാസനകളും വ്രതചര്യകളും തപസ്സും അനുഷ്ഠിച്ചവളായ, ഗുരുശുശ്രൂഷണം ചെയ്തവളായ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഹസ്തനാപുരിയിലെ വിതുരരുടെ ഗൃഹത്തിലാണ് തൻ്റെ അമ്മ അവിടെ കഴിയുന്നത്. ആ സ്ത്രീയോട് അനാമയം ചോദിക്കണം, സുഖവിവരങ്ങൾ ചോദിക്കണം ഭഗവാനെ. അവളെ അങ്ങ് അഭിവാദ്യം ചെയ്ത് ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കണം, ആശ്വാസവാക്കുകൾ പറയണം. വാസ്തവത്തിൽ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുഃഖം സഹിച്ചവളാണ്. അല്ലേ കൃഷ്ണ, ഞങ്ങൾ ദുഃഖങ്ങൾ തീർന്ന് അമ്മയ്ക്ക് സുഖം നൽകാൻ തക്കവണ്ണം ആയിട്ടുള്ള കാലം വന്നു ചേർന്നിട്ടില്ലേ? അങ്ങ് പറയൂ, അതിനുള്ള കാലമായിട്ടില്ലേ? ദുഃഖം തീരില്ലേ? ഈ കഷ്ടകാലം നീങ്ങുകയില്ലേ? അന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ ആ അമ്മ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രഥത്തിന് പുറകെ ഓടി വന്നു ഞങ്ങൾ ആ അമ്മയെ അവളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് തേരിൽ കാട്ടിലേക്ക് പോയത്. അന്ന് അമ്മയുടെ കരയുന്ന ആ മുഖം, താഴെ കരഞ്ഞ് പുറകെ ഓടുന്ന ആ അമ്മയുടെ ആ രൂപമാണ് എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നത്. ആ അമ്മയാണ് ഇനി സുഖത്തോടുകൂടി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചിലർ ദുഃഖം കൊണ്ട്, കഠിനമായ ദുഃഖം കൊണ്ട് മരിച്ചു പോകും. ഞങ്ങളുടെ അമ്മ മരിക്കാതിരിക്കുന്നത് മക്കൾ സുഖം അനുഭവിക്കുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ അമ്മയോട് അനാമയം ചോദിക്കണം, കുശലം ചോദിക്കണം. പിന്നെ അങ്ങ് അവിടെ ചെന്ന് ഭീഷ്മർ, ദ്രോണർ, ഗർഭർ, അശ്വത്ഥാമാവ്, അതുപോലെ ബാഹ്ലീകൻ മുതലായിട്ടുള്ള വൃദ്ധന്മാരായിട്ടുള്ള ആളുകളെ ചെന്നും നമസ്കരിച്ച് ആലിംഗനം ചെയ്യണം. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുകയും ആലിംഗനം ചെയ്ത് സന്തോഷിപ്പിച്ച് വരണം, കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് യുധിഷ്ഠിരൻ മടങ്ങി. തുടർന്നാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത്. ഭഗവാനോട് അർജുനൻ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിരുന്നു. അതുവരെ പറയാത്ത കാര്യമാണ് പറഞ്ഞത്. ഹേ കൃഷ്ണ, യദസ്മാകം വിഭോ വൃത്തം പുരാവീം അന്തർനിശ്ചയേ അർദ്ധരാജ്യസ്യ ഗോവിന്ദ വിദിതം സർവരാജ്യസോ. ഹേ ഗോവിന്ദ, പണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് യോഗം ചേർന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞെന്തായിരുന്നു? അർദ്ധരാജ്യം നമുക്ക് കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കൂടെയുള്ള രാജാക്കന്മാർക്കൊക്കെ തന്നെ അറിയുന്ന കാര്യമാണ്. നമ്മുടെ രാജാക്കന്മാർക്കൊക്കെ അറിയാം. ഇപ്പോഴാണ് നമ്മൾ 5 ഗ്രാമം എന്നുള്ള ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ട് സന്ദേശം കൊടുത്തേക്കുന്നത്. പക്ഷെ അർദ്ധരാജ്യമാണ് നമ്മൾ അന്ന് ആദ്യം പറഞ്ഞിരുന്നത്. തച്ചേത് ദദ്യാത് അസംഗേന സത്കൃത്യ ആനവമന്യച പ്രിയമേ സ്യാൻ മഹാബാഹോ മുച്ചീരൻ മഹതോഭയാത്. യുദ്ധം ഒഴിവാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ദുര്യോധനൻ സൽക്കരിച്ച് അവമാനിക്കാതെ തന്നെ ആ അർദ്ധരാജ്യം നമുക്ക് തരണം എന്ന് തന്നെയാണ് എനിക്ക് പ്രിയമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ 5 ഗ്രാമം മതി. യുധിഷ്ഠിരൻ പറയുന്ന സമാധാന ശ്രമത്തിന് ഞാൻ അനുകൂലിക്കുന്നു. യുദ്ധം ഒഴിവാക്കണം, 5 ഗ്രാമങ്ങൾ മതി എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണ്? അത് എനിക്ക് പ്രിയമുണ്ടായിട്ടല്ല. അത് ലോകത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, വിശ്വമാനവകുലത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ധർമ്മമാണ്. അല്ലെങ്കിൽ അത് ലോകത്തിന് നിലനിൽപ്പിന് അങ്ങനെ ഒരു ത്യാഗം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാകണം എന്ന് തോന്നിയതുകൊണ്ടും അത് ലോകത്തെ ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, മറ്റ് രാജാക്കന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശാന്തിക്ക് വേണ്ടി അങ്ങയോട് വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പ്രിയം എന്താണ്?
ഞങ്ങൾക്ക് അവകാശപ്പെട്ട അർദ്ധരാജ്യം, പകുതി രാജ്യം കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രിയം. ആ പ്രിയത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതശ്ചേത് അന്യഥാകർത്ത ധാർത്തരാഷ്ട്രോ അനുപായവിൽ അന്തം നൂനം കരിഷ്യാമി ക്ഷത്രിയാണാം ജനാർദ്ദന. അതിന് ആ ഒരു കാര്യത്തിന് ധൃതരാഷ്ട്രപുത്രൻ അവൻ്റെ വിവരക്കേട് കൊണ്ട് മറ്റെന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ അവൻ നിഷേധിക്കുകയാണെങ്കിൽ അവനെയും അവൻ്റെ കൂടെ രാജാക്കന്മാരെയും അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ നിശ്ചയം. അർജുനന്റെ ഏറ്റവും ദൃഢമായ വാക്കുകളാണ്. അർജുനന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ചാഞ്ചല്യവും വന്നിട്ടില്ല. ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിന് അവരുടെ ചില ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർഹരിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് സഞ്ജയന്റെ വാക്ക് കേട്ട് അർജുനന്റെ ഉള്ളിൽ സംശയമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം അവരെ കീഴടങ്ങാൻ വേണ്ടിയിട്ട് പോലും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ ഗീതാ സന്ദർഭത്തിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു മനോവൈകല്യം വന്നു ചേർന്നത് അങ്ങനെയാണ്. സഞ്ജയന്റെ മനഃശാസ്ത്രപരമായ സമീപനമാണ് എന്നൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് കാണിക്കുന്ന. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അർജുനൻ ആഗ്രഹിച്ചത് യുദ്ധമാണ്, അർദ്ധരാജ്യമാണ് ആഗ്രഹിച്ചത്. മറ്റുള്ളതൊക്കെ തന്നെ ഒരു രാജാവിന്റെ നീതിയാണ്, രാജാവിന്റെ കൗശലമാണ്. എങ്ങനെ ഒരു ക്ഷത്രിയൻ പ്രവർത്തിക്കണം, എങ്ങനെ ജനമധ്യത്തിൽ എങ്ങനെയാണ് തൻ്റെ യശസ്സിന് കീർത്തിക്ക് കേടുപാട് പറ്റാത്ത രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിക്കുന്ന രാജാവിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി, ഭരണ നൈപുണി, അതുപോലെ അവരുടെ നയനൈപുണി ആണ് പാണ്ഡവന്മാരുടെ വാക്കുകളിലൂടെ നിഴലിക്കുന്നത്. അല്ലാതെ ഭീരുത്വമോ ഏതെങ്കിലും തരത്തിലുള്ള ഭയം അല്ലെങ്കിൽ എന്തിനോടെങ്കിലുമുള്ള ബന്ധുജനങ്ങളോടുള്ള അതിയായിട്ടുള്ള കൃപ, കാരുണ്യം, മനോദൗർബല്യം അല്ല. അവരുടെ മനസ്സ് എത്ര പ്രബലമാണ്, എത്ര ദൃഢമാണ് അവരുടെ നിശ്ചയം എന്നാണ് അത് കാണിക്കുന്നത് എന്നാണ് അർജുനന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവുക. അത് ഭീമസേനന് മനസ്സിലായി. ഏമോക്തേ പാണ്ഡവേന സമഹർഷ്യത് വൃഗോദരൻ. ഭീമസേനൻ വളരെയധികം സന്തോഷിച്ചു എന്ന് മാത്രമല്ല, ക്രോധം കൊണ്ട് വീണ്ടും ഇങ്ങനെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ക്രോധവും ഹർഷവും വന്നിട്ട് ശരീരമാകെ വിറളി പൂണ്ട് ഒടുവിൽ അദ്ദേഹം ഉഗ്രമായ രീതിയിൽ പ്രാക്രോശൻ മഹതോരവൻ അത്യുഗ്രമായ ശബ്ദങ്ങൾ, സിംഹനാദം, ഗർജനം പുറപ്പെടുവിച്ചു. പലതവണ ഗർജിച്ചു അദ്ദേഹം. ആ ഗർജനം കേട്ട്, അർജുനന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിനുണ്ടായ ആവേശവും ക്രോധവും ഹർഷവും കൊണ്ട് അദ്ദേഹത്തിന്റെ ആ അത്യുഗ്രമായ ഗർജനങ്ങൾ കേട്ട് തസ്യതം നിരതം ശ്രുത്വ സംപ്രാവേപന്ത ധന്യുന. അവിടെയുള്ള പോരാളികളൊക്കെ തന്നെ കിടുകിടെ വിറച്ചുപോയി എന്ന് മാത്രമല്ല, വാഹനാനിച്ച സർവാണി ശകർമൂത്രയെ പ്രശസ്ത്രവും. കുതിരകളും ആനകളും മലമൂത്ര വിസർജനം ചെയ്തു പോയി. കാരണം അത്രയും ഉഗ്രമായിരുന്നു ഭീമസേനന്റെ ഗർജനങ്ങൾ എന്നാണ്. ഇതാണ് യുദ്ധത്തിന് വേണ്ടിയുള്ള കാഹളം. അതാണ് പാണ്ഡവന്മാരുടെ മനസ്സ്. അർജുനൻ ഇപ്പോൾ പറഞ്ഞതും ഭീമസേനന്റെ ഈ ഗർജനവുമാണ് പാണ്ഡവരുടെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവര് ഒരു ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ലോകാപവാദത്തെ ഭയന്നിട്ട് അവർ ശാന്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഏത് രാജ്യവും അവരുടെ ഹിതത്തിന് വേണ്ടി, രാജ്യഹിതത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുക. ശാന്തിയുടെ ഒരു ബാഹ്യമായ ഒരു ശാന്തിയുടെ ആവരണം നമ്മൾ പൊതിഞ്ഞിട്ട് വേണം ഏത് രാജ്യവും. ഇപ്പം പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പാകിസ്ഥാൻ കീഴടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഭൂമിയെ നമ്മൾ കൈക്കലാക്കണം, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ പാകിസ്ഥാനോട് നമ്മുടെ സൗഹാർദ്ദമാണ്, നമ്മുടെ സഹോദര രാജ്യമാണ്, അയൽ രാജ്യമാണ്, നമ്മുടെ സൗഹൃദ സംഭാഷണം തുടരുക, ഇതൊക്കെ ചെയ്യുന്നത് ബാഹ്യമായിട്ടുള്ള ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തക്കം പാർത്തിരുന്ന് അവർ കയ്യിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഭൂമിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ദൗത്യം എന്ന് അറിയുന്ന ആളുകൾ, രാഷ്ട്രീയം അറിയുന്നവർക്ക് അറിയാവുന്നതാണ്. ഇതേ രാഷ്ട്രീയമാണ്, ഇതേ രാജ്യതന്ത്രമാണ് പാണ്ഡവന്മാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. അത് ശ്രോതാക്കൾക്ക് അതൊരു വിരസത അനുഭവപ്പെടുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും വിശദമായിട്ട് അവതരിപ്പിക്കുന്നത്.